கடவுள் தந்த கவிதை போல உன்னை நான் பார்க்கிறேன். ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന്ന ഷഫീദ്. അപ്പോൾ ഗൈസ്, നമ്മളെങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമുക്ക് കോളേജിൽ നിന്ന് റിഹേഴ്സലും ഉണ്ട്, അതേമാതിരി കുറച്ച് ഷോപ്പിംഗും ഉണ്ട്. അപ്പോൾ അതിനേക്കായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും ഫിദിയാണ് പോകുന്നത്. ഫിദ എന്നെ കോളേജിൽ ഇറക്കിയിട്ട് പോകും. അപ്പോൾ ഡാൻസിൻ്റെ പ്രാക്ടീസും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ അയച്ചു. പക്ഷേ പത്ത് കൊളാക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരിങ്ങനെ ലാസ്റ്റ് എന്തോ വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് പോകുന്നത് എങ്ങോട്ട് വെച്ചാൽ കസവ് കേന്ദ്രത്തിലേക്കാണ്. നമുക്ക് ബ്ലൗസിൻ്റെ പീസും അതേമാതിരി ക്ലോത്തും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് ബ്ലൗസ് പീസൊക്കെ വാങ്ങാണ്ട് അപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് കയറി. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഏത് കളർ എടുക്കുമെന്ന് വിചാരിച്ച് ലാസ്റ്റ് ഒരു കളർ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത കളർ ഏതാ വെച്ചാൽ റാണി പിങ്ക്. ഇതൊരുവിധ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് രസമുണ്ടോ ഓരോരുത്തർ ഇതാ അങ്ങനെ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇത് ഫിക്സ് ചെയ്ത്. പിന്നെ ഏജ് കട്ട് ചെയ്താൽ പിന്നെ വേറെ ഒരു നിവർത്തി ഇല്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ കസവിലുള്ള ബ്യൂട്ടി പാർലറിൽ പോവായിരിച്ചു. തോനായല്ലോ പിരിക്കാൻ ത്രെഡ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിരിക്കൊക്കെ ത്രെഡ് ചെയ്യാച്ച് ഞങ്ങളെല്ലാ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, ഹന്നൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബട്ടർഫ്ലൈ കട്ട് വീഡിയോയാണ് കാണാൻ പോകുന്നത്. ഹന്നൻ്റെ പിരികം കാണും, അതിനാണ് ഈ കണ്ണും കൊണ്ട് ഇങ്ങനെ കളിക്കണത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഓണ സെലിബ്രേഷനൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പിരിക്കാൻ ത്രെഡ് ചെയ്തിട്ടോ. ബാക്കിയുള്ള ടീംസ് ഇതാ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിരിയാൻ ത്രെഡ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ കണ്ട അവിടെ ഹെയർ കട്ടും ഉണ്ടെന്ന്. അപ്പോൾ അവൾ കുറച്ച് കാലമായി വിചാരിക്കുന്നത് ബട്ടർഫ്ലൈ ഹെയർ കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഓൾ അതിനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഞങ്ങൾ അത് കഴിയുമ്പോൾ 1 മണിക്കൂറോളം ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വരണമല്ലോ. അങ്ങനെ ഓളെ ഹെയർ കട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ്, വീട്ടിലെത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ഡള്ളാക്കി എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആക്കുക. അപ്പോൾ വിചാരിച്ച 2 പ്രൊഡക്റ്റാണ് തെനേൻ്റെ ഫേസ് സ്ക്രബും അതേമാതിരി ഫേസ് മാസ്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ നല്ലോണം വൃത്തിക്കായിട്ട് ഫേസ് നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ഫേസ് സ്ക്രബ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഏകദേശം നമ്മളൊരു 15 മിനിറ്റോളം നല്ലോണം ഫേസ് സ്ക്രബ് ചെയ്താലേ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫേസിലുള്ള എല്ലാ ഭാഗത്തും ആക്കി നല്ലോണം ഫേസ് സ്ക്രബ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതൊക്കെ റിമൂവ് ചെയ്ത് ഇനി അടുത്ത പണി എന്താ വെച്ചാൽ നമ്മൾ തന്നെ ഫേസ് മാസ്കും അപ്ലൈ ചെയ്യണം. ഏകദേശം ഒരു 15 മിനിറ്റോളം അത് ഉണങ്ങാൻ ടൈം എടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞ് അതും നല്ലോണം ക്ലീൻ ചെയ്ത് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളെ വീഡിയോ. ബൈ.